നിങ്ങളുടെ ഇമോഷന് മാറ്റം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ ശ്വാസം എങ്ങനെയായിരിക്കും? ശ്വസനഗതിയിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു? ശ്വസനം നിയന്ത്രിക്കൂ, ഇമോഷൻ നിയന്ത്രിക്കൂ, ആരോഗ്യപരമായി ജീവിക്കൂ. വെൽക്കം ടു ഡെയിലി 5 minutes ബ്രെത്ത്വെൽ ചലഞ്ച്. നമുക്ക് നമ്മുടെ ഇമോഷൻ മാറ്റം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും? നമുക്ക് സ്ട്രെസ് വരുമ്പോൾ, ആൻസൈറ്റി വരുമ്പോൾ നമ്മളുടെ ശ്വാസത്തിന്റെ സ്പീഡ് കൂടുന്നു. അപ്പം നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്നു. അപ്പം നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു. അതേപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുന്നു ശ്വാസത്തിന്റെ സ്പീഡ് കൂടുമ്പോൾ. പിന്നെ നമ്മുടെ ദഹനപ്രക്രിയ കുറയുന്നു, നമ്മുടെ മസിലുകൾ ടെൻഷൻ വർദ്ധിക്കുന്നു. നമുക്ക് ശ്രദ്ധിച്ചറിയാം, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ മസിലുകളെല്ലാം ഭയങ്കര ടൈറ്റ് ആവും. ഈ ദേഷ്യം വരുമ്പോൾ ആരുടെ ശരീരത്തിനാണ് പ്രശ്നം ഉണ്ടാവുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ നമ്മളുടെ ശ്വസനഗതിയിൽ മാറ്റം വരുത്തിയാൽ, ശ്വാസം നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടുകയും നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറയുകയും അതേപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ ശരിയാവുകയും നമ്മുടെ മസിലുകളെല്ലാം റിലാക്സ്ഡ് ആവും. അപ്പം നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം സാഡ്നെസ് വരികയാണെങ്കിൽ നമ്മുടെ ശ്വാസത്തിൻ്റെ സ്പീഡ് കുറയും. ആ സ്പീഡ് കുറയുമ്പോൾ ഓക്സിജൻ എല്ലാ സ്ഥലത്തും എത്താൻ ബുദ്ധിമുട്ട് വരുന്നു. അതേസമയം നമുക്കൊരു ഹാപ്പിനെസ്, ജോയ് വരുമ്പോൾ നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കും, എനർജറ്റിക് ആയിരിക്കും. നമുക്കത് നോക്കിയാൽ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം എപ്പോഴൊക്കെ നമ്മുടെ ഇമോഷനിൽ ചേഞ്ച് വരുന്നു, നമ്മുടെ ശ്വാസം ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി ശ്വാസത്തിൽ ശ്രദ്ധിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അവയർനെസ് ബ്രീത്തിങ് ആണ്. നമ്മൾ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വരുമ്പോഴും എപ്പോഴും നമ്മുടെ ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നടു നിവർന്നിരിക്കുക. നമുക്ക് അവയർനെസ് ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യാം. നടു നിവർന്നിരുന്ന് ഒരു ചെറിയ പുഞ്ചിരി കൊണ്ടുവരിക മുഖത്ത്. ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക. ശ്വസിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എവിടെയാണ് നോക്കുക. മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നു. നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗം ശ്രദ്ധിക്കുക. നമ്മുടെ ലങ്സ് നിറയുന്നു. അതിനുശേഷം പതുക്കെ നമ്മുടെ ശ്വാസം നമ്മുടെ ഡയഫ്രം വഴി നമ്മുടെ വയറിലേക്ക് പോകുന്നു. വയറ് വികസിക്കുന്നു. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ചുരുങ്ങുന്നു. നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ, ഷോൾഡറിൻ്റെ അവിടെ ഒരു റിലാക്സേഷൻ കിട്ടുന്നു. മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് പോകുന്നു. അപ്പം നമുക്ക് ഇതൊന്ന് അവെയർ ചെയ്യാം. ബ്രീത്ത് ഇൻ, മൂക്കിൽ ശ്രദ്ധിക്കുക. ചെസ്റ്റിൻ്റെ അവിടെ ശ്രദ്ധിക്കുക. വയറിൻ്റെ അവിടെ ശ്രദ്ധിക്കുക. ഈ 3 ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഹോൾഡ് ചെയ്യുമ്പോൾ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും എത്തുന്നു. നമ്മുടെ എനർജി ഡെവലപ്പ് ആവുന്നു. ശ്വാസം നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറയുകയാണ് ചെയ്യുന്നത്. വീണ്ടും ബ്രീത്ത് ഇൻ, മൂക്കിൽ ശ്രദ്ധിക്കുക, ചെസ്റ്റിൽ ശ്രദ്ധിക്കുക, വയറിൽ ശ്രദ്ധിക്കുക. ഹോൾഡ്, സ്ലോലി ബ്രീത്ത് ഔട്ട്. അതൊക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരിക.
ചേർന്നിരിക്കുക. മൈ ബ്രെത്ത് ഈസ് മൈ പവർ. നമ്മുടെ ശ്വാസം നമ്മുടെ പവറാണ്, നമ്മുടെ ശക്തിയാണ്. ഐ ചൂസ് ക്ലാരിറ്റി ആൻഡ് പീസ്. നമ്മളെപ്പോഴും ക്ലാരിറ്റിയും പീസും സെലക്ട് ചെയ്യും. ഒരു പുഞ്ചിരിയുടെ കണ്ണുകൾ പതുക്കെ തുറക്കുക. നമ്മുടെ ഇമോഷനിൽ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ബ്രീത്തിൽ ശ്രദ്ധിക്കുക. ബ്രീത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളിത് ഷെയർ ചെയ്യുക. ബ്രീത്ത് ഈസ് അവർ പവർ. അവെയർ ഇറ്റ്, ലിവ് ഇറ്റ്. ബ്രീത്ത് വെൽ, അവെയർ വെൽ, ലിവ് വെൽ. താങ്ക് യു. നാളെ കാണാം.